അടിപൊളി ശ്രീ ഗോകർണനാഥേശ്വര ടെമ്പിളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വിഷുവിന് ഞങ്ങൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല വെയിലായിരുന്നു, കാല് കുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ദിവസം വൈകുന്നേരം പോവാം. വൈകുന്നേരം നല്ല രസമായിരിക്കുമല്ലോ, ലൈറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരം പോയതാണ്. ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ആദ്യം ഉള്ളിൽ കയറി തൊഴുതില്ല, പുറത്ത് പ്രദക്ഷിണം വെച്ചിട്ടാണ് ഉള്ളിൽ കയറി തൊഴുതത്. മെയിൻ എൻട്രൻസ് ആണിത്. മംഗലാപുരത്തുള്ള അമ്പലമാണ് കേട്ടോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നന്ദിയുടെ സ്റ്റാച്ചു ഉണ്ട്. മെയിൻ ശിവഭഗവാന്റെ അമ്പലമാണ് കേട്ടോ. ഇതിപ്പോൾ ലോഡ്ജാന്ന് തോന്നുന്നു. തൊട്ടടുത്തൊരു കല്യാണ മണ്ഡപമുണ്ട്. ഒരു പ്രാവശ്യം പോയപ്പോൾ അവിടെ കല്യാണം നടക്കണ കണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് തന്നെ കൃഷ്ണൻ്റെ അമ്പലമുണ്ട് കേട്ടോ. വിഷുവിന് ഞങ്ങൾ വന്നത് ഇവിടെ കൃഷ്ണനുള്ളത് കാരണമാണ്, ഭഗവാനുള്ള കാരണമാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ സ്റ്റേജാണ് കേട്ടോ അത് കാണുന്നത്. ഇതാണ് കൃഷ്ണൻ്റെ അമ്പലം. അവിടുന്ന് നമ്മൾ പ്രദക്ഷിണം വെച്ച് പോകണം. ഭയങ്കര നല്ല രസമാണ് കാണാൻ കേട്ടോ, നല്ല രസമാണ് കാണാനും തൊഴുവാനും. അതെ, അവിടെ എപ്പോഴും പൂജയാണ്. ഒത്തിരി ഉപദേവതമാരുണ്ട് ഉള്ളിൽ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കൂടെ വേണം ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത് പോവാൻ. ഇതിലിപ്പം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങളതൊന്നും കണ്ടില്ലായിരുന്നു, പുറത്ത് പ്രദക്ഷിണം ചെയ്തില്ലായിരുന്നു. വെയിലായതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പുറത്ത് അവർ ഇങ്ങനെ ഇത് സ്റ്റാച്ചു ഇങ്ങനെ ഈ മഞ്ഞ് ഇതുപോലെ ഈ കൈലാസത്തിലൊക്കെ കാണില്ലേ, അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഓരോ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അപ്പോൾ മാംഗ്ലൂർ എപ്പോൾ ചെന്നാലും ഈ അമ്പലത്തിലേക്ക് എല്ലാവരും പോകണം കേട്ടോ. ഈ അമ്പലം മാത്രമല്ല കേട്ടോ, മാംഗ്ലൂർ ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്. എല്ലാം നല്ല രസമാണ് കാണാൻ. ഇങ്ങനെയൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസം അത് കാണാൻ. അത് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നമ്മൾ നേരിട്ട് കാണുന്നതാണ് നല്ലത്. മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കുളമാണ്, അതിൻ്റെ ചുറ്റിനുമാണ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഒരു വീഡിയോയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പുറത്തുള്ള പ്രദക്ഷിണം കഴിയാറായി. ആ കഴിയാറായി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഷിർഡി സായിബാബയുടെ അമ്പലമുണ്ട്. തൊട്ടടുത്തായിട്ട് ആഞ്ജനേയ സ്വാമിയുടെ അമ്പലമുണ്ട്. പകല് പോയാൽ ഇത്രയും ഭംഗി തോന്നില്ല. പുറത്ത് പ്രദക്ഷിണം വെച്ചിട്ട് ഞങ്ങൾ തൊഴുവാനായിട്ട് അകത്തേക്ക് കയറി.